ഒരു കസേരയിൽ അടയാളപ്പെടുത്തിയ വില 24,000 രൂപ. ഇത് ചിലവ് വിലയേക്കാൾ 20% കൂടുതലാണ്. അടയാളപ്പെടുത്തിയ വിലയേക്കാൾ 10% കിഴിവിലാണ് കസേര വിൽക്കുന്നത്. ലാഭശതമാനം കാണുക. കസേരയിൽ അടയാളപ്പെടുത്തിയ വില എന്ന് പറഞ്ഞാൽ പരസ്യ വിലയാണ് 24,000 രൂപ. ഇത് ചിലവ് വിലയേക്കാൾ, ചിലവ് വില പറഞ്ഞാൽ വാങ്ങിയ വില എന്ന് പറയാം, അല്ലെങ്കിൽ മുടക്കിയ തുക. അയാൾ മുടക്കിയ തുകയേക്കാൾ 20% കൂടുതലായിട്ടാണ്, 20% ലാഭം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, കച്ചവടക്കാരൻ പരസ്യ വില ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗം മാത്രം നോക്കാം. ചിലവ് വില അറിയില്ല, ചിലവ് വിലയേക്കാൾ 20% കൂടുതൽ. അപ്പോൾ ചിലവ് വില അറിയില്ല, അത് എക്സ് എടുക്കുക. ചിലവ് വില അല്ലെങ്കിൽ വാങ്ങിയ വില എക്സ്. പരസ്യ വില സമം വാങ്ങിയ വില × 100 പ്ലസ് ലാഭശതമാനം / 100. ഇങ്ങനെ ഇടാൻ കാരണം എന്താണ്, അയാൾ ചിലവ് വിലയേക്കാൾ 20% കൂടുതലായിട്ട്, അതായത് 20% ലാഭത്തിലടുത്തിരിക്കുന്നത്. നമുക്കിതിൽ വില കൊടുക്കുക. പരസ്യ വില എത്രയാണ്? 24,000. 24,000 സമം വാങ്ങിയ വില അല്ലെങ്കിൽ ചിലവ് വില അറിയില്ല, അത് എക്സ് × 100ഉം ലാഭശതമാനം കൂടി കൂട്ടുക. 20%, 100ഉം 20ഉം കൂട്ടിയ 120/100. അപ്പോൾ 24,000 സമം എക്സ് × നമുക്കത് പൂജ്യങ്ങൾ വെട്ടിക്കളയാം, എന്നിട്ട് 2 കൊണ്ട് വെട്ടിച്ചുരുക്കാം, അല്ലെങ്കിൽ 20 കൊണ്ട് വെട്ടിച്ചുരുക്കാം. 6 20 120 20 100 6/5 എന്ന് വന്നു. എക്സ് എങ്ങനെ കാണാം? × 6/5 മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എക്സ് സമം ഇവിടെ എന്തുണ്ട്? 24,000, എന്നിട്ട് × 6/5 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ തിരിച്ചിടുക, റെസിപ്രോക്കൽ 5/6. നമുക്കിത് വെട്ടിച്ചെടുക്കുമ്പോൾ 4 6 24, 4 6 24, 3 0 × 5, 5 × 4 20, പിന്നെ 3 0, 20,000 രൂപയാണ് എന്ത്, അയാളുടെ വാങ്ങിയ വില അല്ലെങ്കിൽ ചിലവ് വില 20,000 രൂപയാണ്. ഇനി നമുക്ക് വിറ്റ വില കാണാം. വിറ്റ വില സൂത്രവാക്യം എന്താ? പരസ്യവില × 100 കുറയ്ക്കണം ഡിസ്കൗണ്ട് ശതമാനം / 100. അപ്പോൾ വിറ്റ വില കാണുക സമം പരസ്യവില നമുക്കറിയാം എത്രയാണ്? 24,000 രൂപ. 24,000 രൂപ × 100 കുറയ്ക്കണം ഡിസ്കൗണ്ട് ശതമാനം. എത്ര ശതമാനം വില കിഴിവില വെക്കുന്നത്? 10% കിഴിവ്. അപ്പോൾ 100ന്ന് 10 കുറച്ച 90/100. നമുക്ക് ഈ 100ഉം ഇതിലത്തെ 2 0 വെട്ടിപ്പോയാൽ 240 × 9 ഗുണിക്കണം. 9 കൊണ്ട് 24 ഗുണിക്കുമ്പോൾ 9 4 36, ശിഷ്ടം 3, 9 2 18, 3 21, 216 കിട്ടി. ഈ ഒരു 0, ഈ ഒരു 0. അപ്പോൾ 21,600 വിറ്റ വില. നമുക്ക് ചോദ്യം ലാഭശതമാനം. വിറ്റ വില അറിയാം, വാങ്ങിയ വില നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വാങ്ങിയ വില എത്രയാണ്? വാങ്ങിയ വില എക്സ് എടുത്തിട്ടാണ് കണ്ടുപിടിച്ചിട്ട് 20,000 രൂപ. വാങ്ങിയ വില 20,000 രൂപ, വിറ്റ വില 21,600 രൂപ. അപ്പോൾ വിറ്റ വില കൂടുതലാണ്, അതുകൊണ്ടാണ് ലാഭം വരുന്നത്. അപ്പോൾ ലാഭശതമാനം കാണണം. ലാഭം / വാങ്ങിയ വില × 100, വില കൊടുക്കുക. ലാഭം എത്ര? 21,600ന്ന് 20,000 കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 1,600 ലാഭം. ലാഭത്തിന് പകരം 1,600 / വാങ്ങിയ വില നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് എടുത്തിട്ട് എത്രയാണ്? 20,000 × 100. ഇത് ലഘൂകരിച്ചാൽ മതി. നമുക്ക് ഇതിലത്തെ അംശത്തിൽ 4 0 ഉണ്ട്. 2 2 4 0, ഛേദത്തിൽ 4 0 വെട്ടിയ 16/2 എത്രയാണ്? 8% ലാഭശതമാനം.